എൻ്റെ പേര് ഫെസ്റ്റി, ഇതെൻ്റെ ഹസ്ബൻഡ് ആലൻ, കുഞ്ഞ് ആര്യൻ. ഞങ്ങൾ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഡിഫൻസിലാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 4-ാം തീയതിയാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ, ഒരു ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ ഇഷ്യൂ കാരണം പ്രഗ്നൻസി സസ്റ്റെയിൻ ചെയ്യുന്നതിൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യും എന്നൊരു കണ്ടീഷനിലാണ് ഞങ്ങൾ കൃപാസനത്തിൽ വരുന്നത്. കൃപാസനത്തിൽ വന്നു. ഒക്ടോബർ 4-ാം തീയതി ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഒക്ടോബർ 4-ാം തീയതി ഉടമ്പടി എടുത്തു. ഡിസംബറിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റായി. 3 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഞാൻ കൺസീവ് ചെയ്തു. പക്ഷേ ആ പ്രഗ്നൻസി സസ്റ്റെയിൻ ചെയ്യുന്നതിലായിരുന്നു കൂടുതൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നത്. എൻ്റെ ബോഡിയിൽ നിന്ന് തന്നെ കുഞ്ഞിൻ്റെ ബോഡിയിലേക്ക് ബ്ലഡ് ഫ്ലോ കുറച്ച് കുറവായിരുന്നു. അതിൻ്റെ ഇഷ്യൂ കൊണ്ട് കുഞ്ഞിനെ വളരെ നേരത്തെ തന്നെ ഡെലിവർ ചെയ്യേണ്ടി വരും എന്ന് അവർ പറഞ്ഞു. മാക്സിമം ഒരു 24-28 വീക്സാണ് അവർ പറഞ്ഞത്. മാത്രമല്ല, എന്തായാലും കുഞ്ഞിന് NICUവിൽ ഒരു സ്റ്റേ വേണ്ടി വരുമെന്നും അവർ ഉറപ്പിച്ച് പറഞ്ഞു. ഏത് ഡോക്ടറിൻ്റെ അടുത്ത് പോയാലും എല്ലാ സ്കാനും കഴിഞ്ഞ് ഇത് തന്നെയായിരുന്നു പറയുന്നത്. അപ്പോൾ ഇതൊന്നും കേട്ട് തളരാതെ ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് എനിക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നു. 37 വീക്സ് കംപ്ലീറ്റ് ആയി ഫുൾ ടേം ആയിട്ടാണ് അവൻ ജനിച്ചത്. ഒരു NICU സ്റ്റേയും ആവശ്യം വന്നില്ല. അങ്ങനെ ഈ കുഞ്ഞിനെ എനിക്ക് നൽകിയ ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. അന്ന് എൻ്റെ വേറൊരു നിയോഗമായിരുന്നു എൻ്റെ ഹസ്ബൻഡ് MTech ക്ലിയർ ചെയ്യുക എന്നുള്ളത്. അതും ഏറ്റവും നന്നായിട്ട് തന്നെ മാതാവ് സാധിച്ചു തന്നു. ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും, എല്ലാ ദുഃഖകരമായ സിറ്റുവേഷൻസിലും ഞങ്ങളുടെ കൂടെ നിന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. ഈ ഉടമ്പടിയിലായിരുന്നപ്പം ഞങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് തന്നെ ഞങ്ങൾ മാക്സിമം കാരുണ്യപ്രവർത്തികളും പത്രവിതരണവും ഒക്കെ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഞങ്ങളുടെ ആ കമ്മ്യൂണിറ്റിയിൽ തന്നെ മാക്സിമം മാതാവിനെക്കുറിച്ചും പറയാനും അതുവഴി കൂടുതൽ ആൾക്കാർ വന്ന് ഉടമ്പടി എടുക്കാനും ഒക്കെ ഒരു കാരണമായി മാറി ഈ ഒരു കാലഘട്ടത്തിൽ. ഇതിനെല്ലാത്തിനും 1000 നന്ദി. ഉടമ്പടി എടുത്തതിന് ശേഷം കുറച്ചുകൂടി പ്രാർത്ഥനയിലോട്ടും എല്ലാ കാര്യങ്ങളിലും മാതാവ് സഹായിക്കും എന്ന ഉള്ളൊരു ഉറച്ച വിശ്വാസം എനിക്ക് കിട്ടി. അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഓരോ പ്രാവശ്യവും ഈ സ്കാനിങ്ങിന് പോകുമ്പം അവർ പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോഴെല്ലാം മാതാവ് അത് ശരിയാക്കും എന്നുള്ളൊരൊറ്റ ഉറപ്പിൽ മുമ്പോട്ട് പോയതാണ്. അങ്ങനെ ഈ കുഞ്ഞിനെ നൽകി അതിനൊരുപാട് നന്ദി. റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഫസ്റ്റി എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടുമൊപ്പം അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ദൈവത്തിന് നന്ദി പറയുന്നു. മകളെ സൂചിപ്പിച്ചു, ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ ചെറിയ ഇഷ്യൂ കാരണം ഉദരത്തിലുള്ള കുഞ്ഞിലേക്ക് രക്തം പോകുന്നത് കുറവായിരുന്നത് കൊണ്ട് പ്രഗ്നൻസി സസ്റ്റെയിൻ ചെയ്യുക ഏറെ ക്ലേശകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ മകൾ തൻ്റെ ഉദരത്തിൽ കുഞ്ഞിനെ വഹിച്ച നാളുകളിൽ മുന്നോട്ട് പോയത്. അത് ആദ്യ നാളുകളിൽ തന്നെ ഡോക്ടർമാർ പറഞ്ഞപ്പോൾ അമ്മ മാതാവിൻ്റെ അരികിൽ വന്ന ഉടമ്പടി എടുത്ത് പൂർണ്ണമായും അമ്മയുടെ കരങ്ങളിലേക്കാണ് ഉദരത്തിലുള്ള കുഞ്ഞിനെയും തൻ്റെ ആരോഗ്യാവസ്ഥയെയും മകൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. മകൾ സൂചിപ്പിച്ചു, 27-28 ആഴ്ചക്കുള്ളിൽ കുഞ്ഞിനെ പുറത്തെടുക്കേണ്ടി വരുമെന്ന ഒരു ക്ലേശാവസ്ഥയെക്കുറിച്ച് ഡോക്ടർമാർ ഇവരെ അറിയിക്കുന്നുണ്ട്. എന്നാൽ ഓരോ ദിവസവും അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം ഉദരത്തിൽ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ഓരോ തവണയും ഡോക്ടർമാർ നെഗറ്റീവായി മാത്രം കാര്യങ്ങൾ പറയുമ്പോൾ അതിലൊരിക്കലും ഭയപ്പെടാതെ നിരാശപ്പെടാതെ അമ്മ മാതാവ് പൂർണ്ണ വളർച്ചയെത്തി യാതൊരു ആരോഗ്യ വിഷയമില്ലാതെ എൻ്റെ കരങ്ങളിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചു തരും എന്ന പ്രത്യാശയോടുകൂടി ഉടമ്പടിയിൽ ജീവിച്ചതിനെയാണ് ഈ മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. സഹോദരി സൂചിപ്പിച്ചത് 37-ാമത്തെ ആഴ്ചയിൽ പൂർണ്ണ വളർച്ചയെത്തിയാണ് എൻ്റെ കുഞ്ഞ് ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഡോക്ടർമാർ ആ പ്രഗ്നൻസി തുടങ്ങിയ കാലം മുതൽ അവസാന കാലം വരെ എന്തൊക്കെ പറഞ്ഞോ അത് മുഴുവനും എതിരായിട്ട് എൻ്റെ അമ്മ മാതാവ് എൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ പൊന്നുപോലെ സൂക്ഷിക്കുകയും പൂർണ്ണ ആരോഗ്യത്തിൽ ലോകത്തിലേക്ക് അതിനെ നൽകുകയും ചെയ്തു. അതിനെയാണ് ഈ കുടുംബം വലിയ സന്തോഷത്തോടു കൂടി അമ്മയുടെ അരികിൽ നന്ദി പറയുന്നത്. ജീവിതം പല തരത്തിലാണ് നമുക്ക് സങ്കീർണമായി പോകുന്നത്. നമുക്ക് തന്നെ ഉത്തരം കിട്ടാത്ത ഒത്തിരി വിഷയങ്ങളുമായിട്ടാണ് നാം ക്ലേശിച്ചു പോകുന്നത്. പക്ഷേ നമുക്ക് അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതം ഏത് ക്ലേശകരമായ അവസ്ഥയിലാണെങ്കിലും പ്രത്യാശയോടെ സമർപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ അമ്മ കൂടെ നിന്ന്
നമുക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ വഴികൾ ഒരുക്കുന്നത് കാണാനാവും. കാരണം അവൾ കാനായിലെ ആ വിവാഹ വീട്ടിൽ ഇല്ലായ്മയിൽ മകനോട് പറഞ്ഞ് വലിയ സമൃദ്ധിയുടെ അനുഗ്രഹം ചൊരിഞ്ഞവളാണ്. ആ ഇല്ലായ്മയുടെ നിഴലിൽ, ഇല്ലായ്മയുടെ പൂർണ്ണതയിലാണ് അവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവാൻ ശിഷ്യരോട് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ മെറിറ്റ് മുഴുവനും ഇല്ലാതാകുമ്പോൾ, നമ്മുടെ ജീവിതം മുഴുവനും അടിപതറി നിൽക്കുമ്പോൾ, ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ നിൽക്കുമ്പോൾ, നമുക്ക് എത്ര കണ്ട് ശരണപ്പെട്ടുകൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിത വിഷയത്തെ കൊടുക്കുവാനാകും. പാനിക്കാവുകയല്ല വേണ്ടത്, അമ്മയുടെ പ്രൊട്ടക്ഷനിലേക്ക് ജീവിതത്തെ വിട്ടുകൊടുക്കുകയാണ് നമുക്ക് വേണ്ടത്. പരിഭ്രമിച്ചുകൊണ്ട് അതും ഇതും ചെയ്യുകയോ അവിടെ ഇവിടെയും നമ്മൾ തന്നെ ഓടുകയോ അല്ല വേണ്ടത്. മറിച്ച് എൻ്റെ കൃപാസന മാതാവിൻ്റെ അരികിൽ ഏതു ദുരന്തവും ഏറ്റെടുത്ത് അതിനുമേൽ ദൈവികമായ തീരുമാനവും ഇടപെടലും തരുവാൻ ശക്തിയുള്ള അമ്മയുടെ അരികിൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴായിരിക്കുന്ന ഏതൊരു ജീവിത വിഷയത്തെയും പൂർണ്ണമായി സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വിട്ടുകൊടുക്കുവാനാകുമെങ്കിൽ നമുക്ക് അനുഗ്രഹത്തിൻ്റെ, നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും അടയാളവും കാണുവാൻ സാധിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. മകൾ ഇടയ്ക്ക് വെമ്പി പറയുന്നുണ്ടെങ്കിൽ കൂടിയും അവൾ ആ 9 മാസവും കടന്നുപോയത് എത്രയോ ആകുലത നിറഞ്ഞ ദിവസങ്ങളാണ് ഓരോ ദിവസവും. പക്ഷേ അത്രയും ക്ലേശകരമായ ഒരു സന്തോഷത്തിൻ്റെ കാലത്ത് അത്രയും ക്ലേശങ്ങളിലൂടെ പോകുമ്പോഴും അവൾക്ക് മാനസിക ബലം നൽകിയത്, ഓരോ ദിവസവും പ്രതീക്ഷ നൽകിയത് കൃപാസനം ഉടമ്പടി തൈലം തൻ്റെ ഉദരത്തിൽ പൂശുമ്പോൾ ദൈവികമായ ശക്തി തൻ്റെ കുഞ്ഞിലേക്ക് പ്രവഹിക്കുമെന്നും ഇത് ആരോഗ്യത്തോടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനായി എനിക്ക് പൂർണ്ണമായി കിട്ടുമെന്ന പ്രത്യാശയാണ്. പ്രിയമുള്ളവരെ, ജീവിത വിഷയം എന്തുവാവട്ടെ, എളിമയോടെ സ്നേഹത്തോടെ അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈശോ നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ നിശ്ചയം നമുക്ക് അനുവദിച്ചു തരും. അതിനോട് ചേർന്ന് മകൻ്റെ എംടെക്കിൻ്റെ പരീക്ഷയുടെ വിഷയവും സൂചിപ്പിച്ചു. എന്തൊക്കെ നിയോഗങ്ങൾ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു, അമ്മ അതൊക്കെയും ജീവിതത്തിന് സന്തോഷമാകും വിധം അനുവദിച്ചു തരുന്നതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.